ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മെഷീൻ ലേണിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ റെഗുലർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ റിയൽ ടൈം ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഒരുവിധം നമ്മൾ ഇപ്പം പറയാൻ പോകുന്ന ഓരോ ടെക്നോളജിയും ഓരോ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇമെയിൽ ഒരു സർവീസാണ്. മെയിൽ സർവീസിൽ നമ്മൾ അത് സ്പാമാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ ഇപ്പം നാളത്തെ വെതർ എന്താണെന്നുള്ളത് അറിയുന്നത് അതൊരു റിഗ്രഷൻ ടൈപ്പ് ഓഫ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും അതിന് തമ്മിലുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ. ആൻഡ് ദെൻ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലുള്ള റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷനിലേക്കാണ് ഡീപ്പായിട്ട് പോകുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ അതിനെ ഒരു ഗുഡ് പ്രിഡിക്ഷൻ നമുക്ക് എങ്ങനെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുമ്പം ആ അൽഗോരിതം യൂസ് ചെയ്തിട്ട് അൽഗോരിതത്തിനോട് നമ്മൾ അതിലുള്ള സ്ട്രക്ചേഴ്സ്, ഗ്രൂപ്പിംഗ് കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ് വഴി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലുള്ളതാണ് ഇപ്പോൾ ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കസ്റ്റമർ സെഗ്മെന്റേഷൻ, ഇപ്പോൾ കസ്റ്റമേഴ്സിനുള്ള ഫേവറേറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഫീഡ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീഡ്സ് കൂടുതലും മൾട്ടിപ്പിൾസ് ആയിട്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈക്കിളാക്കി കൊടുക്കുക. അതൊക്കെ ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഈവൻ ഒരു റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ എന്ന രീതിക്ക് ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ വെച്ചിട്ട് നമുക്ക് അൺസീൻ ആയിട്ടുള്ള ഡാറ്റാസിനെ ഫൈൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്, പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിലുള്ള സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലാസിഫിക്കേഷൻ ആണ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ. അതുപോലെ റിഗ്രഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. കാറ്റഗറൈസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമെയിൽ സർവീസിന്റെ കേസിൽ സ്പാം ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇമേജ് കൊടുത്തിട്ട് നമ്മൾ അതൊരു ഡോഗാണോ ക്യാറ്റാണോ എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യുക. അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും നമുക്ക് വരുന്നത് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ട്രൂ ഓർ ഫാൾസ് പോലുള്ള ഒരു ടൈപ്പ് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് തരിക. അതിനാണ് കൂടുതലും നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം യൂസ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ അൽഗോരിതം 3 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ടൈപ്പാണ് ബൈനറി ക്ലാസിഫിക്കേഷൻ. അതാണ് നമ്മളിപ്പം കറന്റ്ലി ഇനിഷ്യലി നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി ക്ലാസ് ആണ്. ബൈനറി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം പറഞ്ഞതിൽ വെച്ചിട്ട് 2 ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ക്യാറ്റ് ആണ് അല്ലെങ്കിൽ ഡോഗ് ആയിരിക്കും, അങ്ങനത്തെ ഒരു ഔട്ട്പുട്ടേക്ക് വരിക. പക്ഷെ ഈ കേസിലായിരുന്നു ബൈനറി ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് കൂടുതലും എങ്ങനെയാണെന്ന് വെച്ചാൽ 2-ലധികം ഔട്ട്പുട്ട് വരുന്നൊരു സെനാരിയോ, 0 to 9 ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് വരുന്ന ഒരു സെനാരിയോ ആണ് ഈ ബൈനറി ക്ലാസ്സിൽ വരുന്നത്. പിന്നെ മൾട്ടി ക്ലാസ്സിൽ വരുന്നത് അത്. പിന്നെ അതുപോലെ അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടി ലേബൽ ആണ്. മൾട്ടി ലേബൽ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മെത്തേഡ് ആണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലേബിൾസിൽ വരുന്ന ഔട്ട്പുട്ടുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമേജ് റെക്കഗ്നിഷൻ പോലുള്ള ഒരു സാധനം നമ്മൾ ചെയ്യുന്ന ടൈമിൽ
ആ ഇമേജിനെ നമ്മൾ കൊടുക്കുന്ന പറയുമ്പോൾ ആ ഇമേജ് എന്ത് ഇപ്പോൾ ഒരു ഡോഗോ ക്യാറ്റ് എന്നൊരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ അതിൽ ഇമേജ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ട്രീ കൊടുത്ത് അത് കാറ്റഗറൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ കാറ്റഗറൈസ് ചെയ്യുന്നൊരു രീതിയാണ് മൾട്ടി ലേബിൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ റിഗ്രഷന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൗസ് പ്രിഡിക്ഷൻ പോലുള്ള അല്ലെങ്കിൽ വെതർ നാളുള്ള വെതർ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു ടെക്നോളജിയാണ് റിഗ്രഷൻ. കൂടുതലും നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് അതിൻ്റെ റിലേഷനുകൾ തമ്മിൽ, മുമ്പുള്ള ഡാറ്റ സെറ്റുകൾ തമ്മിലുള്ള റിലേഷനുകൾ തമ്മിൽ ഒരു റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അത് ഫൈൻഡ് ചെയ്ത് അതിൻ്റെ അൺസീനുള്ള ഡാറ്റാസിനെ പ്രിഡിക്റ്റ് ചെയ്യാം. ഇതാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിൽ എങ്ങനെ നമുക്ക് ഒരു പ്രിഡിക്ഷൻ പെർഫെക്റ്റ് ആക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കേസിൽ മെയിനായിട്ട് ഒരു ഡാറ്റ മെയിനായിട്ട് അതിനെ ബാധിക്കുന്നതാണ്. ഒരു ക്വാളിറ്റി ഉള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പം ക്വാളിറ്റി ഉള്ള ഡാറ്റ മേക്ക് ഷുവർ ചെയ്യാം. അപ്പം ഈ ചില കേസുകളിൽ നമുക്ക് ഒരു ബാഡ് ഡാറ്റ കിട്ടുന്ന ഒരു കേസിലാണെങ്കിൽ നമുക്ക് അതിന് പല അൽഗോരിതംസ് യൂസ് ചെയ്താലും അതിന് സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡാറ്റ തന്നെയാണ്, ഡാറ്റൻ്റെ റിലേഷനാണ്. അപ്പോൾ ഈ സെനാരിയോയിൽ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്, പ്രീ പ്രോസസ്സിങ് എന്ന് പറഞ്ഞുള്ളൊരു മെത്തേഡ് ഉണ്ട്, അത് യൂസ് ചെയ്യും. അതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആ ഡാറ്റനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക, അത് ക്ലീൻ ചെയ്യുക, അതിൽ നൾ ഡാറ്റാസ് ഇല്ലാതാക്കുക, എന്നിട്ട് നമുക്ക് അതിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഡാറ്റ പ്രീ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്കൊരു ഡാറ്റനെ അല്ല ഒരു പ്രിഡിക്ഷനെ മെയിനായിട്ട് നല്ലൊരു പെർഫെക്റ്റ് പ്രിഡിക്ഷൻ ആക്കി മാറ്റാൻ പറ്റുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഒന്ന് ചെയ്തത്. പക്ഷെ നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതും. ഞാൻ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. അത് മെയിനായിട്ട് പോയിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ റിഗ്രഷനുമാണ്. ഓക്കെ.